ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം. ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് സ്തുതി. സ്നേഹമുള്ളവരെ, മനുഷ്യരെ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം കണ്ടാലുമെന്ന് ഈശോ നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുകയാണ്. ഒപ്പം അവിടുന്ന് പറയുന്നു, ഹൃദയശാന്തതയും എളിമയും എന്നിൽ നിന്ന് കണ്ടു പഠിക്കുവിനെന്ന്. ഈശോയുടെ തിരുഹൃദയം പതിതരെയും പാവപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ആ ഹൃദയത്തിൽ ഇടം കൊടുക്കുകയും ചെയ്ത വലിയ വ്യക്തിത്വമാണ്. പാപിനിയായ സ്ത്രീക്കും അന്ധനും ബധിരനും തളർവാദ രോഗിക്കും പിശാച് ബാധിതനും എല്ലാം അവിടുത്തെ തിരുഹൃദയത്തിൽ ഇടമുണ്ടായിരുന്നു. ഈശോയുടെ തിരുഹൃദയം സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നിറകുടമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിടവകയിൽ കഠിന പാപിയായിരുന്ന ഒരു വ്യക്തി, ഇയാളോട് അവിടുത്തെ വികാരിയച്ഛൻ പല പ്രാവശ്യം ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ആദ്യമൊന്നും അതിന് തയ്യാറായില്ല. പിന്നീട് അദ്ദേഹം അതിന് തയ്യാറായി. ആ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പശ്ചാത്താപം വരികയായിരുന്നു. ഉടനെ ധ്യാനത്തിൻ്റെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാപസങ്കീർത്തന വേദിയെ അണയുവാൻ ആഗ്രഹിച്ചു. കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കുമ്പസാരിച്ചത്. തൻ്റെ പാപങ്ങളുടെ കാഠിന്യം ഓർത്താണ് അദ്ദേഹം കരയുന്നതെന്നും ദൈവത്തിൻ്റെ കരുണ ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നും. അതിനാൽ വൈദികൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയ മകനെ, നീ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് ആത്മാർത്ഥമായി ചോദിക്കണം, ഈശോയെ, ഞാൻ ഏറ്റുപറഞ്ഞ ഏത് പാപമാണ് അങ്ങയെ ഏറ്റവും അധികം വേദനിപ്പിച്ചതെന്ന്. മനസ്സില്ലാ മനസ്സോടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ഈശോയോട് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, എൻ്റെ യേശുവേ, ഞാൻ ഏറ്റുപറഞ്ഞ ഏത് പാപമാണ് അങ്ങയെ ഏറ്റവും അധികം വേദനിപ്പിച്ചത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു സ്വരം കേൾക്കുവാനിടയായി. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്വരമായിരുന്നു അത്. മകനെ, നീ ഏറ്റുപറഞ്ഞ ഓരോ പാപവും എൻ്റെ ഹൃദയത്തിൻ്റെ കരുണയുടെ കടലിൽ ലയിച്ചു ചേരുകയായിരുന്നു. അതിനാൽ ഒരു പാപവും എന്നെ വേദനിപ്പിച്ചുമില്ല, ഒരു പാപവും ഞാൻ ഓർക്കുന്നുമില്ല. അത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്. ആ നിമിഷം തന്നെ അദ്ദേഹം അവിടെ നിന്നോടി ആ കുമ്പസാരക്കാരൻ്റെ അടുത്തെത്തി. അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ദൈവത്തിൻ്റെ കരുണ ഇത്ര വലുതാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. സ്നേഹമുള്ളവരെ, ഇതിൽ നിന്ന് നാം ഒരു പാഠം പഠിക്കണം. ഈശോയുടെ തിരുഹൃദയം നമ്മെ എല്ലാവരെയും സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പാപിയുടെ തിരിച്ചു വരവാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതിനാൽ നമുക്ക് ആ സ്നേഹം അനുഭവിക്കാം, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം.